പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മളുടെ ഈ എപ്പിസോഡുകളിലൂടെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഇന്ന് ഞാൻ ചില ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിചിന്തനമാണ് നടത്തുന്നത്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇവിടെ ഗലാത്യയിലെ സഭയിൽ വലിയ വഴക്കുണ്ടായി. കാരണം എന്താണ്? ഗലാത്യയിലെ ആളുകൾ കൂടുതലും പുറജാതിക്കാരായ, അതായത് ഹെബ്രായ വർഗത്തിൽപ്പെട്ടവരല്ലാത്ത പുറജാതിക്കാരായ മനുഷ്യരാണ്. അവരിൽ നിന്നാണ് പൗലോസ്ലീഹ താൻ പ്രസംഗിച്ച വിശ്വാസത്തിലേക്ക് ആളുകളെ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും യഹൂദന്മാരെ പോലെ അവർ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരായിരുന്നില്ല, ഛേദനാചാരം ചെയ്യപ്പെട്ടതായിരുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ ഗലാത്യയിലെ സഭയിലേക്ക് ജെറൂസലത്ത് നിന്ന് ചില ആളുകൾ വന്നു. അവർ യഹൂദ ക്രിസ്ത്യാനികളാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൽ നിന്ന്, വർഗത്തിൽ നിന്ന് യേശുവിൻ്റെ പ്രബോധനം, സുവിശേഷം സ്വീകരിച്ചവരാണ്. അവർ വന്നിട്ട് പറഞ്ഞു, രക്ഷ അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇസ്രായേൽക്കാർക്ക് മാത്രമാണ്. ഇസ്രായേലിൽ നിന്നാണ് രക്ഷകൻ വരേണ്ടത്. ഇസ്രായേലിനോടാണ് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് എന്തു വേണം? ഇസ്രായേലിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മാത്രമേ ക്രിസ്ത്യാനിയാകാൻ പറ്റുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഛേദനാചാരം. പിന്നീട് പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട് അവർക്ക്. ഇതെല്ലാം സ്വീകരിച്ച ശേഷം മാത്രമേ അവർ ഈ ക്രിസ്ത്യാനി ആകാനായിട്ട് അവകാശമുള്ളൂ. ഇങ്ങനെ അവർ വന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഈ ഗലാത്യയിലുള്ള മറ്റുള്ളവരെന്ത് പറഞ്ഞു? അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ആ പാരമ്പര്യത്തിൽ വളർന്നവരൊന്നുമല്ല. പൗലോസ്ലീഹ ഏത് കൂട്ടരുടെ കൂടെ കൂടി? പൗലോസ്ലീഹ 2-ാമത്തെ കൂട്ടരുടെ കൂടെ കൂടി. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിലായിരിക്കുന്നതിന് പുതിയ സൃഷ്ടിയാണ്. അവിടെ പരിച്ഛേദനം ചെയ്തോ ചെയ്തില്ലയോ, യഹൂദനായോ ആയില്ലയോ, ഇതൊന്നും പ്രശ്നമല്ല. അവിടെ രാജാവും പ്രജയും അടിമയും സ്വതന്ത്രനും യജമാനനും എല്ലാം തുല്യരാണ് ഇതിനകത്ത്. അതുകൊണ്ട് ഛേദനാചാരം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം, നീ പുതിയ സൃഷ്ടിയായോ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ പതറിപ്പോകരുത്. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ടായി. പത്രോസ്ലീഹ ആദ്യമൊക്കെ പൗലോസിൻ്റെ ഈ ആശയത്തോട് ചേർന്നിരുന്നു. അതായത് പുറജാതിൽക്കാരിൽ നിന്ന് ക്രിസ്ത്യാനികളാകുന്നവർ പരിച്ഛേദനം നടത്തേണ്ടതില്ല അതിനു മുമ്പ് എന്ന്. പക്ഷേ ഈ പത്രോസ് അല്പം ഒരു പേടിത്തൊണ്ടനായിരുന്നു. അതുകൊണ്ട് ജെറൂസലത്തു നിന്ന് വന്ന ആളുകൾ നേരെ തിരിച്ചു പറഞ്ഞപ്പോൾ പത്രോസിനൊരു ചാഞ്ചല്യം. ഞാൻ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവരെന്നെ പുറത്താക്കിയെങ്കിലോ? യഹൂദനാണ് പത്രോസ്.
മറ്റവരും യഹൂദരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരല്പം ഒരു ആത്മബന്ധമൊക്കെ ഉണ്ടാകുമല്ലോ, തൻ്റെ ജനം, തൻ്റെ ആളുകൾ എന്ന രീതിയിൽ. അപ്പോൾ അവരിൽ നിന്ന് ഒറ്റപ്പെടുന്നത് പത്രോസിന് അസഹനീയമായിരുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, ഇവരെയൊക്കെ നമുക്ക് ഛേദനാചാരം ചെയ്യിക്കണം. ഈ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ശാരീരികവും ബാഹ്യവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മങ്ങളെ അതിനായി നിർബന്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? കേവലം ഭൗതികമായ ചില ആചാരങ്ങൾക്കാണോ, അതോ നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ള ആ പ്രക്രിയയ്ക്കാണോ? ഒരിക്കപ്പോഴല്ലേ, കുറച്ചു കാലം മുമ്പ് ഒരമ്മച്ചി വന്ന് എന്നോട് ചോദിച്ചു, ഈ പെസഹ വ്യാഴാഴ്ച പാല് കാച്ചുമ്പോൾ അതിനകത്ത് ഓശാന ഞായറാഴ്ച കിട്ടിയ ഓലയുടെ കഷ്ണം കുരിശുണ്ടാക്കിയിടണമോ വെറുതെ ഉണ്ടാക്കിയിട്ടാൽ മതിയോ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവുണ്ട് പറയാൻ? ആ അമ്മച്ചിയുടെ ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കാനുണ്ടോ? അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, അങ്ങനെ ഒരു നിയമം ഒരിടത്തും ഇല്ല. ഓല ഇടണമെന്ന് തന്നെ ഇല്ല. ഇട്ടുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അത് കുരിശാക്കി ഇടുകയോ അല്ലാതെ ഇടുകയോ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതല്ല അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ പാലും അപ്പവും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അത് നമ്മൾ മനസ്സിലാക്കി പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ്. അമ്മച്ചിക്ക് എൻ്റെ ദൈവശാസ്ത്രമൊന്നും മനസ്സിലായി കാണണമെന്നില്ല. എങ്കിലും നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും കാതലായതിനെ നമ്മൾ മറന്നു പോവുകയും ചെയ്യാം. വീണ്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പൗലോസ് അപ്പോസ്തലൻ, ശാരീരികവും ബാഹ്യവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് ഈ പരിച്ഛേദനത്തിനായിട്ട് നിർബന്ധിക്കുന്നത്. കാരണം എന്താണ്? അവരെ സംബന്ധിച്ച് പുതിയ സൃഷ്ടി എന്നുള്ളത് ഒരു സെക്കൻഡറി കാര്യം, രണ്ടാമത്തെ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് പോവുക. നമ്മളൊരു വിശുദ്ധൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൻ്റെ പൊലിമയിലല്ലല്ലോ ശ്രദ്ധിക്കേണ്ടത്. നേരെ മറിച്ച് ആ വിശുദ്ധനെ പോലെ ആയിത്തീരാൻ നമ്മൾ പരിശ്രമിച്ചോ എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണ്? വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. നേരെ മറിച്ച് അങ്ങനെയല്ല അവരുടെ തിരുനാളുകളെ സഭയിൽ കാണുന്നത്. അവരെല്ലാം കർത്താവിൻ്റെ കുരിശിൽ അഭിമാനിച്ചവരാണ്. അവരതിനു വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. ആ വ്യക്തിയെപ്പോലെ ആയിത്തീരാനുള്ള ഒരാഹ്വാനമായിട്ടാണ് തിരുനാളുകൾ വരുന്നത്. പക്ഷേ നമ്മളതിനെ ഗാനമേള, ആകാശവിസ്മയം, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു വേദിയായിട്ട് ആക്കിയെടുക്കുകയാണ്. കുഴപ്പമില്ല, നമുക്കെല്ലാവർക്കും സമ്മേളിക്കാനൊക്കെയുള്ള സന്തോഷിക്കാനുള്ള ഒരു വേദിയും ഒരവസരവും കൂടിയാണത്. എങ്കിൽ പോലും അതിന് പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇത് നമ്മുടെ വിശുദ്ധ ബലിയുടെ കാര്യത്തിലുമാകാം, കുർബാനയുടെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിക്കാം. നമ്മളിപ്പോൾ ആഘോഷമായി പാട്ടുകുർബാനയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്തിനാണ്? പാട്ടിലാണ്. യഥാർത്ഥത്തിൽ ആ ബലിയിൽ എന്ത് സംഭവിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയോ, ഇതിലേക്കൊന്നും നമ്മൾ കാര്യമായിട്ട് കടന്നു പോകാറില്ല. നമുക്കറിയാം, വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ്, ഒരു സാഹചര്യമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. അതിനകത്തുള്ള പ്രാർത്ഥനകൾ, അതിനകത്തുള്ള പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വിട്ട് ഉള്ള പാട്ടുകൾ പാടുകയൊക്കെ ചെയ്യുമ്പോൾ അത് അർത്ഥമില്ലാതായിത്തീരും. എന്നെ പലപ്പോഴും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഈ ഓശാനയുടെ സമയത്ത് പാടുന്ന പാട്ട്. പലപ്പോഴും അത് നമുക്കതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു പ്രവചനമാണത്, അല്ലെങ്കിൽ ആ ഒരു ദർശനമാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് നടക്കാൻ പോകുന്ന കാര്യം ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് രൂപാന്തരപ്പെടുന്ന ആ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ആ ഒരു പ്രക്രിയ, അവിടെ ഈ സ്വർഗം തുറന്നു വരും നമ്മളതിനെ കാണുന്നതായിട്ടുള്ളൊരു ഒരു വ്യാഖ്യാനമാണത്. അത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പാടാൻ ഇമ്പമുള്ള പാട്ടുകൾ, കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകൾ, അതൊക്കെയാണ് പാടാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ അതിൻ്റെ അർത്ഥത്തെ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്.
പാട്ടുകാർക്ക് ഇഷ്ടം എപ്പോഴും അടിപൊളി പാട്ടായിരിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ പള്ളികളിൽ ഈ പ്രത്യേകിച്ച് സീറോ മലബാർ, മറ്റ് റീത്തുകളിലേക്ക് അറിഞ്ഞുകൂടാ, സീറോ മലബാർ കുർബാനയ്ക്ക് നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് നമ്മളത് ചെല്ലുമ്പോഴേ ചോദിക്കും ഫ്ലോപ്പിയാണ് ഇടുന്നത്. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, ഞാൻ പലപ്പോഴും ഓർക്കും, ഇനിയിപ്പോൾ ഈ ഫ്ലോപ്പിയിലൂടെ വരുന്ന സംഗീതം അങ്ങനെയെങ്കിൽ ആ പാട്ടും കൂടെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിച്ചാൽ പോരെ. വെറുതെ എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അത് രണ്ടും കൂടി പാടണം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കുർബാനയും നമുക്ക് അങ്ങനെ ആകാൻ പാടില്ലേ? ഒരല്പം ഒരു നർമ്മത്തോടു കൂടി ഞാൻ ചിന്തിക്കുന്നതാണ്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ലൈവായിട്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് നമുക്കുള്ള കഴിവ് കൊണ്ട്. അതിന് പകരം വേറെ ആരോ ചെയ്തു വെച്ചൊരു കാര്യം കേട്ടതുകൊണ്ട് നമുക്കായില്ലല്ലോ. നമ്മൾ അവിടെ ചെയ്യുന്ന നമ്മളെ തന്നെ ബലിയർപ്പിക്കുകയാണ്. നമ്മൾ ആ ബലിവസ്തു, കർത്താവിൻ്റെ ബലിവസ്തു നമ്മൾ സ്വീകരിച്ച് നമ്മൾ അവിടത്തോടു കൂടി ഒന്നായിത്തീരുകയാണ്. അവിടെ നമ്മുടെ സ്വരമല്ലേ കേൾക്കേണ്ടത്, നമ്മളുടെ കഴിവുകളല്ലേ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളിലായതുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. അത് ആ ബലിയിലൂടെ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെട്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇത് മറ്റെല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മളൊരു മാമോദീസ വരുന്നു. മാമോദീസ വരുമ്പോൾ പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ ആദിമസഭയിൽ എപ്പോഴും അത് ഈസ്റ്റർ വൈകുന്നേരം അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആ ദിവസം അതിന് തൊട്ട് മുമ്പായിട്ടാണ് ജ്ഞാനസ്നാനം നടത്തിയിരുന്നത്. കാരണം എന്താണ്? വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ജ്ഞാനസ്നാനത്തെ വിശദീകരിക്കുന്നത് കർത്താവിനോടൊപ്പം പാപത്തിന് മരിക്കുന്നതായിട്ടാണ്. അന്നൊക്കെ വെള്ളത്തിൽ മുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മുക്കുന്നത് പാപത്തിന് മരിക്കുന്നതാണ്. കയറി വരുന്നത് ഉദ്ധാനത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണത് ഈ ഉദ്ധാനത്തിൻ്റെ ആ തൊട്ട് തലേന്ന് അല്ലെങ്കിൽ ഉദ്ധാനത്തിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ടത് വെച്ചിരുന്നത്. ഇന്നത് നമ്മൾ മാറ്റിക്കളഞ്ഞു. നമുക്ക് പൊതുവായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഇപ്പോൾ ഇഷ്ടമില്ല, കുട്ടികൾക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല. പകരം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്ന്, കുട്ടികളുടെ ജ്ഞാനസ്നാനം ഒരുപാട് കാലം നീട്ടിവെക്കും. 2, പള്ളികളൊക്കെയാണ് ആഘോഷമാക്കി അലങ്കരിക്കും, ഒരുപാട് പൂക്കളും എല്ലാം വെച്ച്. എന്നിട്ട് ആളുകളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോവുക? ഈ പൂക്കളിലേക്കൊക്കെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നത് ഈ ജ്ഞാനസ്നാനത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കല്യാണത്തിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഈ ഫ്ലവർ ഗേൾസ്, ചിയർ ഗേൾസ് എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ മാനന്തവാടി രൂപതയിലെ മിഷൻ ലീഗിലെ കുട്ടികളെ അവരുമായിട്ട് ചോദ്യോത്തരം, ഇങ്ങനെ ഒരു സംവാദമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു കുട്ടി ചോദിച്ചു, ഇതെന്തിനാ ഈ ഫ്ലവർ ഗേൾസ്, ചിയർ ഗേൾസ് ഒക്കെ നിരോധിക്കുന്നത് എന്തിനാ? അപ്പം ഞാൻ കൊടുത്ത ഉത്തരം ഇതാണ്. ഈ ചിയർ ഗേൾസ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയിലെ ഒരു സിസ്റ്റമാണ്. അവരുടെ പ്രത്യേകിച്ച് അവരുടെ അമേരിക്കൻ ഫുട്ബോളിൻ്റെ കളി നടക്കുന്ന അവസരത്തിൽ ഓരോ ടീമിനും വേണ്ടി ചീർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരുതരം ഒരു പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരികളാണ്. അല്പവസ്ത്രധാരികളായിരിക്കും അവർ. സ്വാഭാവികമായിട്ടും അവരെയൊക്കെ കാണാനായിട്ട് ആളുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഈ വിവാഹം തുടങ്ങിയ കൂതാശകളെ താഴ്ത്തിക്കളയണമോ എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് അതിൻ്റെ കാതൽ അതല്ലല്ലോ. ഇവിടെ ഈ ഒത്തുകല്യാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനസ്സമ്മതത്തെക്കുറിച്ച് നമ്മൾ പറയണം. മനസ്സമ്മതം അല്ലെങ്കിൽ ഒത്തുകല്യാണം എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനമാണത്. വാഗ്ദാനം കൊടുക്കുന്നതാണ്. അത് എപ്പോഴും പിരിഞ്ഞു പോകാം. ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഗൗരവതരമായ കാര്യമുണ്ടെങ്കിൽ ആ കല്യാണം പിരിഞ്ഞു പോകാം. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ്. ഒരു കല്യാണം പോലെ തന്നെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അവസാനം അതെല്ലാം വാട്സാപ്പിൽ കൊടുക്കുന്നു, ഫേസ്ബുക്കിൽ കൊടുക്കുന്നു. പിന്നെ ഒന്ന് പിരിഞ്ഞു പോകണമെന്ന് തോന്നി എന്ത് ചെയ്യും? ഏതെങ്കിലും കാരണവശാൽ പിരിഞ്ഞു പോവുകയാണെങ്കിലോ മറു പാർട്ടി, ഇഷ്ടമില്ലാത്ത പാർട്ടി മിക്കവാറും അത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കും, വേറെ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില വശങ്ങളാണിത്. ബാഹ്യമായ തലങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുമ്പോൾ ഈ ഒത്തുകല്യാണത്തിനുള്ള പ്രാധാന്യം എന്താണ്? രണ്ടുപേരും വാഗ്ദാനം ചെയ്യുന്നു. ഇനി വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ അറിയിക്കുന്നത്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലും തടസ്സമുള്ളവരോ അറിയാവുന്നവരോ ഒന്ന് പറയണം, പള്ളിയിൽ അച്ഛനോട് പറയണം. അങ്ങനെ ആ കല്യാണം മാറിപ്പോകണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് വിളിച്ചു ചെല്ലുന്നത്. വിളിച്ചു ചെല്ലുന്നത് വെറും ചടങ്ങല്ല. അതും ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത്
ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഭയങ്കര തിരക്കാണ്. അവർക്ക് ആകെപ്പാടെ ഒരാഴ്ചയെ കാണുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് കോഴ്സ് കൂടണം, പിന്നെ അതിനിടയ്ക്ക് ഒത്തുകല്യാണം അല്ല എന്താണ് ഉറപ്പീര് നടത്തണം, ഒത്തുകല്യാണം നടത്തണം, കല്യാണം നടത്തണം, തിരിച്ചു പോവുകയും വേണം. ഇതെല്ലാം കൂടി ഇങ്ങനെ വളരെ ദിവസം കുറച്ചായതുകൊണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു 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 പ്രക്രിയ അത് അർത്ഥശൂന്യമാണ്. ഇപ്പോൾ വിളിച്ചു ചൊല്ലുമ്പോഴത് ഇന്നും നാളെ നാളത്തെ കഴിഞ്ഞായിട്ട് വിളിച്ചു ചൊല്ലിയിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഒരു ആഴ്ച വിളിച്ചു ചൊല്ലി അത് കുറേ പേര് കേട്ട് കാണും, പിന്നെ അടുത്ത വിളിച്ചു ചൊല്ലി കുറച്ച് പേര് വേറെ കുറേ പേര് കേൾക്കും, മൂന്നാമത്തെ ആഴ്ച വിളിച്ചു ചൊല്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് അച്ഛനെ അറിയിച്ച് ആ കല്യാണം ഒഴിവായി പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ബാഹ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ മാറിപ്പോകുന്ന വിശേഷമുണ്ട്. ഇത് തന്നെയാണ് പട്ടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും അല്ലെ സന്യാസവ്രതത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും. ഈ പട്ടം എന്നൊക്കെ പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം തുടരാൻ വേണ്ടിയിട്ട് ആ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു ക്രിയയാണത്, ഒരു പ്രക്രിയയാണത്. അതല്ലാതെ അതിൽ കൂടുതൽ അതിന് പ്രാധാന്യമില്ല. അപ്പോൾ ആ കർത്താവിൻ്റെ സ്വയം ദാനം ചെയ്യൽ, ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടിനെ പോലെ ആയിത്തീരുന്ന പ്രക്രിയ, അതൊക്കെയാണത്. അവിടെ നമ്മൾ ഒരുപാട് ബാഹ്യമായ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ അത് അർത്ഥശൂന്യമായിട്ട് മാറും. ഇതാണ് പൗലോസ് പറയുന്നത്. അവർ നിങ്ങളെ നിർബന്ധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾ പരിച്ഛേദനം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഈ പരിച്ഛേദനം വേണമെന്ന് പറയുന്ന യഹൂദന്മാരാൽ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് ഇതൊക്കെ വേണമെന്ന് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ഈ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സൂത്രപ്പണികൾ ഞാൻ ചെയ്യണമോ? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടത് എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. അതായത് ഈ പരിച്ഛേദനം ചെയ്തിട്ട് പിന്നെ നിയമം അനുസരിക്കുന്നില്ല. പരിച്ഛേദനം ചെയ്ത് അവരെ സംബന്ധിച്ച് പിന്നെ യഹൂദനാണ്, ആ യഹൂദൻ്റെ നിയമമൊന്നും അനുസരിക്കുന്നില്ലല്ലോ. പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാവാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പൗലോസിൻ്റെ ആഗ്രഹം. എന്താണ്? എനിക്ക് മേന്മ ഭാവിക്കാനുള്ളത് പരിച്ഛേദനത്തിലല്ല. ഞാൻ വേണമെങ്കിൽ എനിക്ക് വേണം മേന്മ ഭാവിക്കാം. ഞാൻ ഫരിസേയനാണ്, ഞാൻ ഗമാലിയേൽ എന്ന് പറയുന്ന വലിയ റബ്ബിയുടെ കീഴിൽ വിദ്യാഭ്യാസം അഭ്യസിച്ചവനാണ്, റോമൻ പൗരനാണ്, എൻ്റെ അപ്പൻ വലിയ കച്ചവടക്കാരനും വലിയ മുതലാളിയാണ്. ഇതൊക്കെ എനിക്ക് അഭിമാനിക്കാം. അന്നത്തെ ഭരണസംഘമായ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ അംഗമാണോന്ന് അറിഞ്ഞുകൂടെങ്കിലും ഒരു സ്വാധീനമുള്ള മനുഷ്യനാണിതിൽ. ഇതിലൊക്കെ എനിക്ക് അഭിമാനിക്കാം. പക്ഷേ പൗലോസ് പറയും, ഞാനിതിലൊന്നും അല്ല അഭിമാനിക്കുന്നത്, എൻ്റെ ബലഹീനതയിലാണ്, ഞാൻ ഈ കുരിശിലാണ് അഭിമാനിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മറുചിന്തകളെ അതിജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കുറേ ആചാരത്തിലേക്കും അനുഷ്ഠാനത്തിലേക്കുമൊക്കെ താഴ്ന്നു പോകുമെന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് താഴ്ന്നു പോയി എന്ന് പറയുമ്പോൾ ഇത് അനുഷ്ഠിക്കുന്നവർ സ്വാഭാവികമായിട്ടും ശത്രുക്കളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? ലോകം എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ മാനദണ്ഡങ്ങളെ സ്വീകരിക്കാത്ത മനുഷ്യരെക്കുറിച്ചായി പറയുന്നത്. അവർക്ക് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങളെ ഞാൻ സ്വീകരിക്കുന്നില്ല, ആ ലോകത്തിൻ്റെ ആശയങ്ങളെ ഞാൻ സ്വീകരിക്കുന്നില്ല. അവരുടെ ആശയങ്ങളാണ് ഈ പരിച്ഛേദനവും അതുപോലുള്ള ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളും ശാരീരികമായിട്ടുള്ള മറ്റ് ശാരീരിക ആചാരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ തലങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ വിശ്വാസം അർത്ഥശൂന്യമായി പോകുന്നു. അപ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈ അന്ത്യത്താഴത്തെക്കുറിച്ച് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവരണം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് യോഹന്നാൻ കൊടുക്കുന്ന കാര്യം എന്താണ്? കാല് കഴുകുന്നതിനെക്കുറിച്ചാണ്. കാല് കഴുകുന്നതിനെക്കുറിച്ച്. അതിൻ്റെ കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ഈ വിശുദ്ധ കുർബാന എന്താണ്, വിശുദ്ധ ഈ അപ്പം മുറിക്കൽ എന്താണ്,
അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ എന്താണ് എന്ന്, സഭയിലെ നേതൃത്വ ശുശ്രൂഷ എന്താണ് എന്ന് ആളുകൾ മറന്നുപോയി കഴിഞ്ഞിരുന്നു. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഏതാണ്ട് ഒരു 65-67 വർഷം കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ആ കാലമായപ്പോഴത്തേക്കും പിന്നീട് യേശുവിനെ കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്ത ആളുകൾ വളരെ ചുരുക്കം പേരെ ഒരു വിഷയം ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ. എങ്കിലും അപ്പസ്തോലന്മാരിൽ യോഹന്നാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ യോഹന്നാൻ ഈ അന്നത്തെ സഭാസമൂഹത്തിലെ തെറ്റായ നടപടികളെ കണ്ട് മനസ്സുമെടുത്തിട്ട് ഒരു തരത്തിൽ എഴുതുകയാണ് ചെയ്യുന്നത്. മക്കളെ, അന്ന് യേശു ചെയ്ത അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ടല്ലോ, ആ അന്ത്യത്താഴ വേളയിൽ ചെയ്തിട്ട് പറഞ്ഞില്ലേ, പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് ഭക്ഷിക്കുക, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ കുടിക്കുക, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. ഇവിടെ ഈ ചെയ്യണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്നായി പറഞ്ഞത്? കേവലം നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കണമെന്നാണോ പറഞ്ഞത്? അതിലുപരിയായിട്ട് അതിലൂടെ എന്താണ് ഈശോ ലക്ഷ്യം വെച്ചത് അത് ചെയ്യണമെന്നും കൂടെയാണ് പറഞ്ഞത്. അതിലൂടെ ലക്ഷ്യം വെച്ചത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ അപ്പം മുറിക്കലിലൂടെ നടക്കുന്നത് സ്വയം ദാനം ചെയ്യലാണ്. കാല് കഴുകൽ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് രക്ഷ കൊടുക്കുന്നതാണ്. അങ്ങനെ രക്ഷ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ട ഓരോരുത്തരും അവരെൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ ബാധ്യസ്ഥരാണ്. ഇതൊക്കെയാണ് നിങ്ങളെ അന്ന് പഠിപ്പിച്ചു തന്നത്. പക്ഷേ യോഹന്നാൻ്റെ കാലമായപ്പോഴത്തേക്കും സഭയിൽ നേതൃത്വത്തിലേക്കൊക്കെ ആളുകൾ വന്നു. അവർക്ക് സ്ഥാനങ്ങൾ വേണം, മാനങ്ങൾ വേണം, അതിനുവേണ്ടി കടിപിടിയായി. ഈ അവസരത്തിലാണ് പറയുന്നത്, നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയാണ്. യേശു ചെയ്തത് ഇതാണ്. അതുകൊണ്ട് ഒരു മാതൃക തന്നിട്ട് കർത്താവ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, മനുഷ്യനെന്നും ഇങ്ങനെ ഒരു പ്രവണത, ഒരു ടെൻഡൻസി ഉണ്ട് ഈ തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും തെറ്റായ രീതികളിലേക്കുമൊക്കെ പോകാനായിട്ട്. പഴയ നിയമത്തിൽ ഇസ്രായേലിന് പറ്റിയ അതേ അബദ്ധം പുതിയ നിയമത്തിൽ ക്രൈസ്തവർക്കും പറ്റുന്നുണ്ട്. മോശ വഴി കൊടുത്ത 10 പ്രമാണങ്ങളെ ഒരു 10,000 അവർ വർദ്ധിപ്പിച്ചു. മനുഷ്യൻ്റെ ജീവിതം അസാധ്യമാക്കി മാറ്റി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിൻ്റെ കൽപ്പന തന്ന യേശുവിൻ്റെ ആ പ്രമാണത്തെയും ഇതുപോലെ തന്നെ നമ്മൾ അസഹ്യമാക്കി തീർക്കാൻ ചിലപ്പോൾ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥതകളുണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു കാര്യമാണിതെല്ലാം. അല്ലെങ്കിൽ മനുഷ്യരത് സഹിക്കുമായിരുന്നു. പക്ഷേ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. സാമൂഹികമായിട്ടുള്ള ചിന്തകൾ മാറി പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മുടെ സഭയിൽ നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം അത് നമ്മുടെ കുടുംബജീവിതത്തിലുണ്ട്. ഈ പറഞ്ഞ കല്യാണം, മാമോദിസ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ പട്ടസ്വീകരണം, സന്യാസവ്രതം സ്വീകരണം, ജൂബിലികൾ, ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എങ്കിലേ നമ്മുടെ വിശ്വാസം നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ, അതിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കപ്പെടുകയുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞ എന്താണ്? ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് സകലരെയും എന്നിലേക്ക് ആകർഷിക്കാൻ പോകുന്നത്. നമ്മുടെ വലിയ ആഘോഷങ്ങളിലല്ല, പ്രത്യേക സഹനത്തിലാണ് മനുഷ്യർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക. ഇന്ന് ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഈ സന്യാസ സമൂഹങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. എങ്കിലും അവിടെ പോലും ഈ സഹനം കൂടുതലുള്ള സമൂഹങ്ങളിലേക്ക് കടന്നു വരാൻ കൂടുതൽ പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതാണ് അവരെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ സഹനത്തിന് കൊടുക്കേണ്ട, കുരിശിന് കൊടുക്കേണ്ട പ്രാധാന്യം ഒരിക്കലും മറ്റ് ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾ അപഹരിക്കരുത്, അത് എടുത്തുകൊണ്ട് പോകരുത്. അങ്ങനെ വന്നാൽ വിശ്വാസം അർത്ഥശൂന്യമായിട്ട് തീരും. നമ്മുടെ വിശ്വാസം നമുക്ക് കർത്താവിൻ്റെ ഈ കുരിശുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്താം. ആ കുരിശിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് അഭിമാനിക്കാൻ ഇടവരാതിരിക്കട്ടെ.